സാറ്റർഡേസ് എല്ലാവർക്കും ഫ്യൂച്ചർ ട്രേഡിംഗ് അക്കാദമിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മെയിനായിട്ട് നോക്കുന്നത് ഫണ്ടിംഗ് പിപ്സ് എന്ന കമ്പനിയുടെ ഒരു തിരിച്ചു വരവാണ്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരും ഒരു വീഡിയോ ചെയ്തിരുന്നു. ഫണ്ടിംഗ് പിപ്സിൻ്റെ കുറച്ച് പേ ഔട്ട് റിജക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ട് 2024 ജൂൺ സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫണ്ടിംഗ് പിപ്സ് കുറേ ആൾക്കാരുടെ പേ ഔട്ട് കാര്യങ്ങളൊക്കെ റിജക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ KYC റിജക്ഷൻ ഉണ്ടായിരുന്നു. അതേപോലെ റൈസിലൊക്കെ അക്കൗണ്ട് എടുക്കാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങൾ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് നമ്മളൊരു ഫണ്ടിംഗ് പിപ്സ് സ്കാം ആണോ സ്കാം അലർട്ട് എന്നുള്ള രീതിയിലൊരു വീഡിയോ ചെയ്തത്. അതിനുശേഷം ഈ ഒരു സമയം വരെ ഫണ്ടിംഗ് പിപ്സ് വീണ്ടും നല്ലൊരു തിരിച്ചുവരവിൻ്റെ ഒരു പാതയിലാണ്. നമുക്കിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം നല്ല രീതിയിൽ അവർ പേ ഔട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. അതേപോലെ അവർ പുതിയ ഓരോ സെഗ്മെൻറ്റ്സും പുതിയ രീതിയിലുള്ള പുതിയ പ്ലാൻസ്, അതേപോലെ ഫണ്ടിംഗ് പിപ്സ് നമ്മൾ CFD ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഫ്യൂച്ചേഴ്സിൻ്റെ ഇതുകൂടി തുടങ്ങാൻ പോകുന്നു. അതേപോലെ തന്നെ മെറ്റാ ട്രേഡറിൻ്റെ ലൈസൻസ് അവരെടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ പ്രത്യേക ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുമുണ്ട്. അതേപോലെ നമുക്ക് എന്തെല്ലാം പ്ലാൻസാണ് ഫണ്ടിംഗ് പിപ്സ് ഇപ്പോൾ നിലവിൽ ഉള്ളത്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നോക്കുന്നത്. നമ്മൾ ആദ്യമൊക്കെ ഫണ്ടിംഗ് പിപ്സിന് ഒരു 2 സ്റ്റെപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ നമുക്ക് ഫണ്ടിംഗ് പിപ്സിൽ തന്നെ ഇൻസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നമുക്ക് ഫണ്ട് ഇൻസ്റ്റൻ്റായിട്ട് തരുന്ന ഒരു രീതിയാണ് വരുന്നത്. അതേപോലെ 1 സ്റ്റെപ്പ് ഉണ്ട്. അതേപോലെ 2 സ്റ്റെപ്പിൽ തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് ഫണ്ടിംഗ് പിപ്സും പിന്നൊന്ന് ഫണ്ടിംഗ് പിപ്സ് ഫ്രീ ഉണ്ട്, ലിമിറ്റഡ് ടൈം എന്നുള്ള രീതിയിലൊരു പ്രത്യേക പ്ലാൻ. അങ്ങനെ 3 പ്ലാൻസിൽ തന്നെ ഉണ്ട്. അതേപോലെ ഒന്ന് 2 സ്റ്റെപ്പിൽ 2 പ്ലാനുകളുമാണ് ഇപ്പോൾ നിലവിൽ അവർ പുതുതായിട്ട് അവതരിപ്പിച്ചേക്കുന്നത്. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഫണ്ടിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കാണുക. അതിൽ വളരെ വിശദമായിട്ട് തന്നെ ഫണ്ടിംഗ് പിപ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് നമുക്ക് അക്കൗണ്ട് എടുക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇന്ന് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ബേസിക്സ് നമുക്ക് നോക്കാം. നമുക്കൊരു മാസ്റ്റർ അക്കൗണ്ടാണ് അവർ തരുന്നത്. ഇൻസ്റ്റൻറ്റ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ മാക്സിമം ഡെയിലി ലോസ് എന്ന് പറയുന്നത് 3% ആണ്. അതേപോലെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് 5% ആണ്. ലിവറേജ് 1:50 ആണുള്ളത്. റിവാർഡ് 95 ഉണ്ട്. ബൈ വീക്ക്ലി പേ ഔട്ടാണ് ഉള്ളത്. നമ്മൾ ആ ഒരു വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒത്തിരി റൂൾസ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അധികം പേരെയും പേ ഔട്ട് എടുത്തതായിട്ട് കണ്ടിട്ടില്ല. അതേപോലെ തന്നെ കുറേ റൂൾസ് കൺസിസ്റ്റൻസി റൂൾസൊക്കെ ആണെങ്കിൽ തന്നെയും എക്സ്പോഷറിൻ്റെ ഇഷ്യൂസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അക്കൗണ്ട് നല്ല വർത്തായിരുന്നു. 100K അക്കൗണ്ട് വരുന്നത് നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ടാണ് അതിൻ്റെ ആ ഒരു ഇൻസ്റ്റൻറ്റ് ഫണ്ടിനൊക്കെ നിലവിൽ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു സമയത്ത് $499 ആണ് ഇൻസ്റ്റൻറ്റ് ഫണ്ടിന് വരുന്നുള്ളൂ. വേറെ ചലഞ്ച് ഫേസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റൻറ്റ് ഫണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയാണെങ്കിൽ നമ്മൾ മുൻപ് ചെയ്തേക്കുന്ന വീഡിയോ കാണുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അതിനുശേഷം അവർ പുതുതായിട്ട് അവതരിപ്പിച്ചേക്കുന്ന ഒന്നാണ് 1 സ്റ്റെപ്പ് ചലഞ്ച്. ഒരു സ്റ്റെപ്പ് ഉള്ള ഒരു ചലഞ്ച്. അതിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഫേസ് ആയിട്ടാണ് അവർ അവതരിപ്പിച്ചേക്കുന്നത്. അതിന് മിനിമം ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 3 ദിവസമാണ്. അതേപോലെ ഡെയിലി ലോസ് എന്ന് പറയുന്നത് 4% ആണ്. മാക്സിമം ലോസ് എന്ന് പറയുന്നത് 6% ആണ് മാക്സിമം ലോസ് ആയിട്ടുള്ളൂ. പ്രോഫിറ്റ് ടാർജറ്റ് ആണ് 10% ഉണ്ട്. ലിവറേജ് 1:50 ആണ്. അതേപോലെ മാക്സിമം ഡെയിലി ലോസ് എന്ന് പറയുന്നത് 4% ആണ്. മാസ്റ്റർ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ മാക്സിമം ലോസ് 6%. അതേപോലെ തന്നെ 1:50 ആണ്. എവറി ട്യൂസ്ഡേ നമുക്ക് റിവാർഡ് പിൻവലിക്കാം. ഇത്രയും കാര്യങ്ങളാണ് 1 സ്റ്റെപ്പിൽ നിലവിൽ ഉള്ളത്. അതേപോലെ നമുക്ക് 2 സ്റ്റെപ്പാണ് ഒട്ടുമിക്ക ഫേംസും റിലയബിളായിട്ട് കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ പേ ഔട്ട് എടുക്കുന്നതും ആളുകൾ 2 സ്റ്റെപ്പ് വഴിയാണ്. 2 സ്റ്റെപ്പാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ്ങിലേക്കൊക്കെ പോകുമ്പോൾ പല രീതിയിലും പേ ഔട്ട് റിജക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് മിക്ക കമ്പനികൾക്കും. 2 സ്റ്റെപ്പൊക്കെ ആകുമ്പോൾ അവർക്ക് നമ്മുടെ ട്രേഡ് കാര്യങ്ങളൊക്കെ 2 സ്റ്റെപ്പിലൂടെ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ അവർ പേ ഔട്ട് കൊടുക്കാനായിട്ട് നിർബന്ധിതരാവാറുണ്ട്. അതുകൊണ്ട് 2 സ്റ്റെപ്പ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതിന് കുറച്ച് ബെറ്റർ. അതിൽ തന്നെ 2 സ്റ്റെപ്പിൽ തന്നെ ഫണ്ടിംഗ് പിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ 3 days ആണ് മിനിമം ഡേയ്സ് വരുന്നത്. മാക്സിമം ഡെയിലി ലോസ് വരുന്നത് 5% ആണ് വരുന്നത്. മാക്സിമം ലോസ് 10% ഉണ്ട്. അതേപോലെ പ്രോഫിറ്റ് ടാർജറ്റ് കുറവാണ്, നമുക്കൊരു 8% ഉള്ളൂ. ലിവറേജ് 1:100 ഉണ്ട്. അതിനുശേഷം പ്രാക്ടീഷണർ അക്കൗണ്ട് എന്ന് പറഞ്ഞ രീതിയിലുണ്ട്. വീണ്ടും നമ്മൾ 3 days ട്രേഡ് ചെയ്യണം. അതേപോലെ തന്നെ 5% ഉണ്ട്. ഡെയിലി ലോസ് ഒക്കെ നമുക്കുണ്ട്. ടാർജറ്റിലായിരിക്കും വ്യത്യാസം ഉണ്ടാകുക, 5% ആണ്. അതേപോലെ മാസ്റ്റർ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ടാർജറ്റ് ഇല്ല, ബാക്കിയെല്ലാം ഏകദേശം സെയിം ആയിട്ടുള്ളത്. റിവാർഡ് നമുക്ക് ഓൾറെഡി ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏകദേശം $470 ആണ് ഇത് ബൈ ചെയ്യാനായിട്ട് വരുന്നത്. നമുക്കിനിപ്പോൾ ഫണ്ടിംഗ് പിപ്സ് പ്രോയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അതേപോലെ ഫണ്ടിംഗ് പിപ്സിൽ നമുക്ക് 3 days ട്രേഡ് ചെയ്യണമെങ്കിൽ ഫണ്ടിംഗ് പിപ്സ് പ്രോയിൽ 1 day ട്രേഡ് ചെയ്താൽ മതിയാകും. മാക്സിമം ഡെയിലി ലോസ് ഫണ്ടിംഗ് പിപ്സിൽ 5% ആണ്. ഫണ്ടിംഗ് പിപ്സ് പ്രോയിലേക്ക് വരുമ്പോൾ 3% ആയിട്ട് മാറുന്നുണ്ട്. അതേപോലെ മാക്സിമം ലോസ് നമുക്ക് ഫണ്ടിംഗ് പിപ്സ് എന്ന് പറയുന്ന ചലഞ്ചിൽ 10% ആണ്. പ്രോയിലേക്ക് വരുമ്പോൾ അത് ലോസ് 6% ആയിട്ട് കുറയാണ്. അതേപോലെ ടാർജറ്റിൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ ടാർജറ്റ് നമുക്ക് ഫണ്ടിംഗ് പിപ്സ് എന്ന് പറഞ്ഞ ചലഞ്ചിൽ 8,000 വേണം, 8% വേണം. അതേപോലെ നമുക്ക് പ്രോയിലേക്ക് വരുമ്പോൾ 6,000 മതി, 6% മതി. ലിവറേജ് സെയിം ആണ്. നമുക്ക് മിനിമം ഡേയ്സും ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അതേപോലെ തന്നെ വീക്ക്ലി 8% ഉണ്ട്. നമുക്ക് സ്പ്ലിറ്റ് വരുന്നത് ഇവിടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലാണ്. നമുക്കൊരു മന്ത് എൻഡ് അങ്ങനെ ബൈ വീക്ക്ലിയും കൊടുക്കാനുള്ള ഓപ്ഷൻ നിലവിലുണ്ടാകും.
മാക്സിമം ലോക്സ് 10%, ഫണ്ടിംഗ് പിപ്സ് പ്രോയിലാകുമ്പോൾ 6%. അതാണ് അവരുടെ മെയിനായിട്ടുള്ള ഒരു വ്യത്യാസം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പറഞ്ഞത്. എനിക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയത് തന്നെ ഫണ്ടിംഗ് പിപ്സ് എന്ന് പറയുന്ന ചലഞ്ച് തന്നെയാണ്. ഫണ്ടിംഗ് പിപ്സ് പ്രോവിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഫണ്ടിംഗ് പിപ്സ് പ്രോ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം മാക്സിമം ലോക്സ് 10% ഉണ്ട്. നമുക്കൊരു ട്രേഡിംഗ് ഒക്കെ പഠിച്ച് ഫസ്റ്റ് ടൈം പഠിച്ചിട്ടൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫണ്ടിംഗ് പിപ്സ് എന്നുള്ള ചലഞ്ച് എടുക്കുന്നതായിരിക്കും, അവരുടെ ഫണ്ടിംഗ് പിപ്സ് ചലഞ്ച് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതേപോലെ നിങ്ങളൊരു 5Kയുടെ അക്കൗണ്ടൊക്കെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളൊരു 5K ഒക്കെ മാറി ഒന്ന് 10Kയിലേക്കൊക്കെ ചേഞ്ച് ചെയ്യേണ്ടത് നല്ലതായിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, മിക്ക 5K അക്കൗണ്ടും എടുത്തേക്കുന്ന ആൾക്കാർ ചലഞ്ച് പാസ്സാവാൻ കുറേ ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ട്. കാരണം ഇവർ നമുക്കൊരു പ്രത്യേകിച്ച് പുതുതായിട്ട് കടന്നു വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ചലഞ്ചുകൾ, റൂൾസ്, കാര്യങ്ങളെല്ലാം പഠിച്ചു വരുമ്പോഴത്തേക്കും കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ട്രേഡിലേക്ക് ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഒരു ട്രേഡ് ആക്സസ് കിട്ടുന്നു. കുറച്ച് ദിവസമൊക്കെ നമ്മൾ ട്രേഡിങ് ഇവരുടെ സിസ്റ്റമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ ഒരു 3-4-5 ദിവസമൊക്കെ ട്രേഡ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ലോസൊക്കെ വരും. അപ്പോഴത്തേക്കും 5K അക്കൗണ്ടൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ അതിന് പകരം നിങ്ങളൊരു 10K എങ്കിലും അറ്റ്ലീസ്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കതിന് ശേഷം ഇവരെ FAQയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇവരുടെ അക്കൗണ്ട് കിട്ടും, അത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഹൗ ലോങ് അവർക്ക് ഫണ്ട് കിട്ടാൻ ആയിട്ട് എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ്. നമുക്ക് ഓൾറെഡി അവരുടെ ഒരു ചലഞ്ച് നമ്മൾ 1 ടൈം 2 സ്റ്റെപ്പ് ആയിക്കോട്ടെ 1 സ്റ്റെപ്പ് ആയിക്കോട്ടെ ഇത്രയും കാര്യങ്ങൾ ചലഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനുശേഷം ഒരു റിവ്യൂ ഉണ്ടാവും. അവരുടെ റിസ്ക് ടീം ആ ഒരു റിവ്യൂ നടത്തിയതിന് ശേഷം മാനുവലായിട്ടുള്ള റിവ്യൂ നടത്തും. അതിനുശേഷമാണ് നമുക്ക് അക്കൗണ്ടിലേക്ക് വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് KYC വെരിഫിക്കേഷനാണ്. ഈ KYC വെരിഫിക്കേഷൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സൈനപ്പ് നടത്തുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ഒരു റെഫറൽ ലിങ്ക് ഒക്കെ അയച്ച് നിങ്ങളൊരു സൈനപ്പ് നടത്തുന്ന ഒരു സമയത്ത് നിങ്ങൾ ആധാറിലുള്ള പോലെ തന്നെ പേര് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ലൈവ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ആ KYCയും തമ്മിൽ ഇവർ പൊരുത്തം ഒരുമിച്ച് ആണോ എന്നുള്ളത് നോക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സൈനപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ആധാറിലെ പേര് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ചിലരൊക്കെ പേരൊക്കെ മാറ്റി കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സെയിം മെയിൽ ID കൊടുക്കാനായിട്ട് തന്നെ സൈനപ്പ് ചെയ്യുന്ന സമയത്തുള്ള മെയിൽ ID തന്നെ കൊടുക്കാൻ നോക്കാം. വെരിഫൈ യുവർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നല്ലത് കൊടുക്കുക. പ്രത്യേകിച്ച് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് കൊടുക്കുന്നതിന് ബെറ്ററായിട്ട് ആധാർ കാർഡ് തന്നെ കൊടുക്കുന്നതാണ് KYCക്ക് ഏറ്റവും നല്ല ഇത്. അതേപോലെ നമുക്ക് KYC കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കസ്റ്റമർ എഗ്രിമെൻറ്റ് നമുക്ക് അവരിൽ നിന്ന് കിട്ടും. അതേപോലെ ഓൺ ബോർഡിംഗ് എന്ന് കാണിക്കും. നമ്മൾ സൈനപ്പ് എല്ലാം കഴിഞ്ഞ് മാസ്റ്റർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓൺ ബോർഡിംഗ് സ്റ്റാറ്റസ് കാണിക്കും. അക്കൗണ്ട് കണക്റ്റഡ് റിസ്ക് ടീം മാനേജ്മെൻറ്റ് ഫ്രെയിം വർക്കിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു റിവാർഡ് സൈക്കിൾ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ അതും കൂടി സെലക്ട് ചെയ്താലായിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ചെയ്യാനായിട്ടുള്ള ഇതിലേക്ക് വരുന്നത്. അതിനുശേഷം നമുക്ക് ഹൗ ടു റിക്വസ്റ്റ് റിവാർഡിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി റിവാർഡ് സൈക്കിളിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതുകൂടി നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രമേ ആ റിവാർഡ് സെക്ഷനും കൂടി ഓൺ ആയാലാണ് അക്കൗണ്ട് ഓൺ ബോർഡിങ്ങിൽ നിന്ന് മാറി റിയൽ അക്കൗണ്ടിലേക്കൊക്കെ മാസ്റ്റർ അക്കൗണ്ടിലേക്ക് മാറുള്ളൂ. അതേപോലെ വീക്കെൻഡിൽ ഇവർ റിവാർഡിൻ്റെ ഇത് നമ്മൾ പരിഗണിക്കുന്നതല്ല. വീക്കെൻഡ് ഡേയ്സ് 5 ഡേയ്സൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ 7 ഡേയ്സാണ് കാണിക്കുന്നതെങ്കിൽ വീക്കെൻഡ് പരിഗണിക്കില്ല, വർക്കിംഗ് ഡേയ്സാണ് പരിഗണിക്കുന്നത്. അപ്പോൾ റിവാർഡ് എമൗണ്ട് നിങ്ങൾക്ക് എത്രയാണെന്നുള്ളത് ഓൾറെഡി ഉണ്ടാവും. അതേപോലെ ഒരു റൈസ് റിവാർഡ് മിനിമം 500 USD എങ്കിലാണ് റൈസ് വഴിയുള്ളത് നമുക്ക് കൊടുക്കുന്നത്. ക്രിപ്റ്റോ കറൻസി നോ മിനിമം എമൗണ്ട് എന്ന് പറയുന്നുണ്ട്. ആദ്യമൊക്കെ അതിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഒരു തവണ നമ്മൾ എൻ്റർ ചെയ്തേക്കുന്ന റിവാർഡ് റിജക്ഷൻ ആണോ എന്താണോ അപ്രൂവൽ ആണോ എന്നറിയുന്നത് വരെ അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നിലവിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം അതിൻ്റെ ആ ഒരു കാര്യം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അതായത് KYC ചലഞ്ചസ് ആൻഡ് സൊല്യൂഷൻ എന്ന് പറയും. ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു പ്രശ്നം KYC ഫെയിലാകുന്ന ഒരു പ്രശ്നം ഒട്ടുമിക്ക പേർക്കും ഇവരുടെ ഓൺ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ ആ സമയത്ത് വരാറുണ്ട്. അത് നിങ്ങൾ ഒറിജിനലായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് ആധാറൊക്കെ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അത് എടുത്ത് പറഞ്ഞു വരുന്നുണ്ടല്ലോ, കുറേ പേർക്കൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തതിന് ശേഷം റിജക്ഷൻസ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. അതേപോലെ നമ്മൾ KYC ഡിക്ലൈൻ ഡ്യൂ ടു ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്, അതായത് ഒരാൾ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം മെയിൽ ID യും നമ്മുടെ ഇപ്പോൾ ഞാൻ എൻ്റെ പേരിൽ സോമൻ എന്നുള്ള പേരിൽ ഞാൻ ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യുകയും ആ അക്കൗണ്ട് ഒരു തവണ ഞാൻ വെരിഫിക്കേഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമതും നമ്മൾക്ക് വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് വേറെ മെയിൽ ID വെച്ചിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആക്കി പോകും, ലൈവ് അക്കൗണ്ട് കിട്ടാനുള്ള സാധ്യത പോകും. അതുകൊണ്ട് തന്നെ ഒരു മെയിൽ ID തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കാം. അറ്റംപ്റ്റ് നമുക്ക് 3 times ആണ് അറ്റംപ്റ്റ് ഉള്ളൂ KYCയുടെ. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മെയിൽ വഴി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടിയുണ്ട്. കുറച്ച് നാളും പോലെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ആ ജൂൺ സമയത്തൊക്കെ ഇവർക്ക് ഇത്തരത്തിലുള്ള KYC റിജക്ഷൻ വന്ന KYC റിജക്ഷൻ എന്ന് മാത്രം എഴുതി കാണിച്ചിട്ട് നമ്മുടെ അക്കൗണ്ടൊക്കെ ഡിബാർ ചെയ്യുന്ന രീതിയിലായിരുന്നു കുറച്ച് മുമ്പൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ബെറ്ററൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്.
അതിനുശേഷം നമുക്കൊരു കസ്റ്റമർ എഗ്രിമെൻറ്റ് കിട്ടും. KYC കഴിഞ്ഞതിന് ശേഷമാണ് കസ്റ്റമർ എഗ്രിമെൻറ്റ് കിട്ടുക. അതുപോലെ എഗ്രിമെൻറ്റ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേരിൽ തന്നെയാണ്. ചില സമയത്ത് ഇപ്പോൾ എൻ്റെ പേര് ഇവരിൽ നിന്നും വന്ന സമയത്ത് സോബിഷ് സോമൻ എന്നുള്ള പേരിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു എഗ്രിമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കസ്റ്റമർ എഗ്രിമെൻറ്റ് കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ പിന്നീട് നമുക്ക് ഭാവിയിൽ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ബാങ്കിൽ എന്തെങ്കിലുമൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട വന്നാൽ ഇതിൽ നമ്മുടെ പേരിൻ്റെ മിസ്റ്റേക്ക്, ഇവർ പേ ഔട്ട് കാര്യങ്ങളൊക്കെ കിട്ടും പേരിൽ മാറ്റം വന്നാലും, പക്ഷേ പിന്നീടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എത്ര ദിവസം കഴിഞ്ഞാലാണ് ഓൺ ബോർഡിങ് ആവുന്നത് എന്നുള്ളതാണ്. 4 വർക്കിംഗ് ഡേയ്സ് ആണ് ഇവർ പറയുന്നത്. എല്ലാവരും 4 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ നെക്സ്റ്റ് ഒരു 5 ഡേയ്സ് എങ്കിലും നോർമലി ചില സമയങ്ങളിൽ ഇവിടെ എടുക്കാറുണ്ട്. എന്നാലും എന്തെങ്കിലും 4 ഡേയ്സ് കഴിഞ്ഞിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം അവർക്ക് മെയിൽ ചെയ്യുക, അവർ പ്രത്യേകം അത് പറയുന്നുണ്ട്. അല്ലാതെ നമ്മൾ 3 ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും കുറേ പേര് പറയാറുണ്ട് ആയില്ല എന്നൊക്കെ. പക്ഷേ ഒരു 4 ഡേയ്സ് എങ്കിലും വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ മെയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ റൈസാണ് ഇവരുടെ പേയ്മെൻറ്റ് ഇത് വരുന്നത്. നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളൊരു അക്കൗണ്ട് എടുക്കുന്ന സമയം തന്നെ നിങ്ങൾ റൈസിലെ അക്കൗണ്ടും കൂടി എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇൻവിറ്റേഷനും വരാനൊക്കെ കുറച്ച് ഡിലേ ഉണ്ടാവും. അപ്പോൾ ഒരു റൈസും ഇവരും തമ്മിലുള്ള ചെറിയൊരു കോറിലേഷൻ നമുക്ക് ചില സമയങ്ങളിലൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമേ തന്നെ റൈസ് അക്കൗണ്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അക്കൗണ്ട് എടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ നല്ലതായിരിക്കും. അതേപോലെ ഫണ്ട് ബിപ്സ് നല്ല രീതിയിൽ തന്നെ പേ ഔട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഫണ്ട് ബിപ്സ് ഇപ്പോൾ ഫ്യൂച്ചേഴ്സിലേക്ക് കൂടി വരുന്നുണ്ട്. അതുപോലെ MT5ൻ്റെ ലൈസൻസ്, ഇത്രയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഒരു ട്രേഡിംഗ് ഒക്കെ നല്ല സ്കില്ലായിട്ടൊക്കെ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ പേ ഔട്ട് കൊടുക്കുന്നുണ്ട്. നിലവിൽ പേ ഔട്ട് റിജക്ഷനൊന്നും റിപ്പോർട്ട് ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം അക്കൗണ്ട് എടുക്കുക. പ്രത്യേകിച്ച് KYC ഒക്കെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാറിലെ പോലെ തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നല്ല ട്രെയിനിങ് സ്കില്ലൊക്കെ കാഴ്ചവെക്കും, നിങ്ങൾക്ക് റിവാർഡൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വളരെ പേ ഔട്ട് റിജക്ഷനൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഫണ്ട് ബിപ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഫണ്ട് ഫേംസുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഇതിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്യുന്നവർക്ക് നമുക്കൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ആക്സസ് ഉണ്ട്. നമ്മൾ ലൈവായിട്ടുള്ള ട്രേഡിംഗ് ആക്സസ് കാര്യങ്ങളിലേക്ക് ആക്സസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫണ്ട് ബിപ്സായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇതിൽ നമുക്ക് ഫണ്ട് ബിപ്സിൻ്റെ ഫ്യൂച്ചേഴ്സ് അവർ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ അടുത്ത ദിവസങ്ങൾ ചെയ്യുന്നതായിരിക്കും.